ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ്, പൊരിച്ച ബിരിയാണി. അതായത് ഇതിനു മുമ്പ് ഞാനൊരു ദിവസം ചിക്കൻ ദം ബിരിയാണി വെച്ചിട്ടുണ്ട്. അത് നല്ല ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയിലാണ്. ഇത് 1.25 കിലോ ചിക്കനാണ്. കഴുകി ക്ലീനാക്കി തൈരും ഉപ്പും കൂടെ പുരട്ടി 10 മിനിറ്റ് വെച്ചിട്ട് ക്ലീനാക്കി എടുത്ത ചിക്കനാണ്. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കോൺഫ്ലവർ, 1 വലിയ സ്പൂൺ തൈര്. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ചിക്കന് ആവശ്യമായ ഉപ്പ്. ഇനി ഇത് കൈവച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറഞ്ഞത് ഒരു 20 മിനിറ്റിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാം. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ആ എണ്ണയിൽ തന്നെ നമുക്കൊരു 10 കാഷ്യൂ. കാഷ്യൂ ഇപ്പം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പിടി കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഒരു കിലോ ചിക്കന് നമ്മൾ 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് 4 സവോള. ഇപ്പം നമ്മുടെ ഇത് 1.25 കിലോ ചിക്കൻ ഉണ്ട്. അപ്പം ഞാൻ 6 സവോള മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് ഒരു പിടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവോള കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൈക്കൊന്നിങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോൾ അത് നല്ല ലെയറായിട്ട് വിട്ട് കിട്ടുമേ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവോളയുടെ കളറൊക്കെ ഇപ്പം മാറി വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവോള ഇപ്പം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിന് ഒന്നും കൂടെ മൂക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. സവോള ഒന്ന് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ അത് നമ്മൾ എടുക്കുമ്പോൾ ഒരു കട്ടയായിപ്പോവും. ഒന്ന് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ വറക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള റൈസ് തയ്യാറാക്കാം. നമ്മൾ ചോറ് വറ്റിച്ചെടുക്കുവല്ല, ഊറ്റിയെടുക്കുവാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 2 നാരങ്ങയുടെ നീര്, 3 ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, ഏലക്കയുടെ അരിയാണ്, അത്ര ഇട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിത്തിരി മുന്നോട്ട് നിൽക്കണേ. നമ്മൾ വെള്ളം ഒന്ന് രുചിച്ച് നോക്കുമ്പോൾ ഉപ്പിച്ചിരി മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2.25 ഗ്ലാസ് ജീരകശാല കൈമ റൈസാണ്. 10 മിനിറ്റ് വെള്ളത്തിൽ കഴുകി സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ബിരിയാണിക്കൊക്കെ നമ്മൾ നല്ല ഫ്രഷ് മല്ലിയില എടുക്കണം. ഇതിപ്പോൾ എൻ്റെ 2 ദിവസമായ മല്ലിയിലയാണ്. എനിക്കിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. ഇനി ഇതിലോട്ട് ഒരു 4 ഐസ് ക്യൂബ് ഇങ്ങനെ ഇട്ട് നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് മല്ലിയില തോന്നും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു ടിപ്പാണ്.
നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ബാച്ച് കോരിയെടുക്കാം. ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം മല്ലിയില ഞാനൊരു 20 മിനിറ്റ് നേരം ഐസ് വെള്ളത്തിൽ ഇട്ടതാണ്. ഇപ്പം കണ്ട നല്ല ഫ്രഷായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ബാച്ച് ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ ഒരു 3 സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. വേറെ എണ്ണയില്ല, ആ സെയിം എണ്ണ തന്നെയാണ്. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കാം. ചോറിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. സവോളയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനും ചോറിനും എല്ലാം നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പം മസാലയ്ക്ക് ആവശ്യമായത് മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളകും 1 കുടം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. 2 സ്പൂൺ പാലാണ്. ഈ പാലിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ആപ്പിൾ എസൻസ് ആണ്. ഇതിൻ്റെ ഒരടപ്പ്, ഈ അടപ്പിന് ഒരടപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ബിരിയാണിക്ക് ചോറിനൊക്കെ ഒരു കളറും കിട്ടും. നമ്മുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ ദം ഇടുന്ന ഭാഗത്ത് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതും കൊണ്ടാണ് ഞാൻ എസൻസ് എടുത്തത്. ഇതിലേക്ക് നമുക്ക് 1.5 പഴുത്ത തക്കാളി, നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളിക്ക് അപ്പം നല്ലതായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു വരട്ടെ. നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പം നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മൾ പച്ചമുളക് മസാലയ്ക്കകത്ത് ചേർത്താണ്. ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴും നമ്മൾ മുളക് പൊടി ഇട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇനി ചേർക്കുന്നില്ല. ഗരം മസാല മാത്രം മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ്. പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി അത്ര ഇട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇതിലേക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം ആ മസാലയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറും. നമ്മുടെ ബിരിയാണി ഒരുപാട് സ്പൈസി ഒന്നുമല്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. സ്പൈസി അല്ല. നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയം പുതിനയില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം പുതിനയില ഇല്ല, അതുകൊണ്ടാണ്. നമുക്ക് ഉപ്പൊക്കെ ഈ മസാലയുടെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ്റെ പീസസ് ഈ മസാലയിലൊന്ന് പൊതിഞ്ഞു വരുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ ചിക്കൻ ഒന്ന് ഈ മസാലയിൽ കിടന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അതുകൊണ്ടാണ്. ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചിക്കൻ പീസസ് മുറിക്കുമ്പോൾ കൈ കൊണ്ട് പിച്ചെടുക്കുമ്പോൾ തന്നെ പിച്ചെടുത്ത് വരണം. ആ പരുവത്തിൽ നമ്മൾ ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളേ. ഇനി ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാവേ. നമുക്ക് ഇടയ്ക്ക് ഈ മസാലയൊന്ന് ഇളക്കി കൊടുക്കണം.
ഈ ബിരിയാണിക്ക് നമുക്കൊരു സാലഡും കൂടെ ഉണ്ടാക്കാം. 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 1/4 കഷ്ണം ക്യാരറ്റ്, ഒരു തക്കാളിയുടെ പകുതി, ഒരു മല്ലിയില ചെറിയ ഒരു പിടി. അത് കുക്കുംബർ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുക്കുംബറോട് ആഡ് ചെയ്യാം. ചെറിയ പച്ചമുളക് കട്ട് ചെയ്തത്, ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ടത്തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഒരു 1/4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ പഞ്ചസാര മതി. ആ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാലഡിനൊരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് കണക്ക് നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുള്ള സാലഡായിട്ട് വരും. ഈ തിക്കിൽ നമ്മളിപ്പോൾ എടുക്കണേ. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചിക്കനിലൊക്കെ നല്ലതായിട്ട് പിടിച്ച് മസാല നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഈ മസാലയിൽ നിന്ന് കുറച്ച് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. മസാല ഇങ്ങനെ നിരത്തി കൊടുക്കാവേ, നമുക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്കിതിലേക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ചോറിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ മസാലയോട് കൂടിയ ചിക്കൻ വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള, കിസ്മിസ്, കാഷ്യൂ, കറിവേപ്പില അത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കാം. അതിൽ നിന്ന് ഒരു പിടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. മുകളിലോട്ട് ഒരു ലെയർ ചോറോട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു പിഞ്ച് ഗരം മസാല ഇങ്ങനെ വെതറി തൂക്കി കൊടുക്കുക. കലക്കി വെച്ച എസൻസിൽ നിന്ന് ഒരു സ്പൂൺ ഇല്ല അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് പൈനാപ്പിൾ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ എസൻസ് ചേർത്തു. ബാക്കി ചിക്കനും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് ഇപ്പോഴാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പഴയ തവ വെച്ചിട്ടുണ്ട്. ആ തവയൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഇരുമ്പ് ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പോട്ട് വെച്ച് കൊടുത്തു. ഇത് നന്നായിട്ട് അടച്ചിട്ട് ഒരു കല്ലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നല്ല എയർ പോകാതെ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. ദം ആവാൻ വേണ്ടിയാണ് അങ്ങനെ. പിന്നെ ഇപ്പം നമ്മൾ ഫ്ലെയിം തീർത്തും കുറച്ച് കൊടുത്തിരിക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഈ കുറഞ്ഞ ഫ്ലെയിമിൽ ഇരുന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മായി കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബിരിയാണി ഇപ്പം ദമ്മൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.